അപ്പൊ എല്ലാവരും പറഞ്ഞ പോലെ അവനവന്റെ പണി നല്ല വൃത്തിയായിട്ട് ചെയ്യുക. ഞാൻ ഓരോരുത്തർക്കും അവനവന്റെ പണി പറഞ്ഞു തരാം, അതനുസരിച്ച് ചെയ്താൽ മതി. നീ ഒരു കാര്യം ചെയ്യ്, നീ പോട്ടെ അവിടെ ആ ടൈലിൽ മൊത്തം സ്റ്റെയിനാ, അതൊന്ന് നന്നായിട്ട് തേച്ചൊരച്ച് കഴുകു, വൃത്തിയാക്കി പോകും. നന്നായിട്ട് തേച്ചൊരച്ച് കഴുകുക കേട്ടോ. സാറ് പറഞ്ഞ ഒന്നും കൂടെ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, നീ ഒരു കാര്യം ചെയ്യ്, കിച്ചണിൽ പോയിട്ടെ ഭയങ്കര വിശപ്പ്, ഒരു ഓംലെറ്റ് അടിച്ചിട്ട് വാ. വേഗം ചെല്ലി. സാറ് സിംഗിൾ ആണോ ഡബിൾ ആണോ? ഡബിൾ അടിച്ചോ, കുഴപ്പമില്ല, വിശക്കുന്നു. കോഴിമുട്ട വേണോ താറാമുട്ട? ഓ ആനമുട്ട, ഒന്ന് പോയി അടിച്ചോണ്ട് വേണം, വിശന്നിട്ട് വയ്യ. ഓ ഇയാൾക്കുള്ള ആനമുട്ട ഞാനച്ചാലങ്കാനും പോയി അന്വേഷിക്കാം. ഓ കഷ്ടം. ഇവനൊരു മണ്ടെന്നല്ലേ? എങ്ങനെയാ, നിന്റെ ചേച്ചനല്ലേ? അതെ അതെ. നീ ഒരു കാര്യം ചെയ്യ്, നീ ആ തോട്ടത്തിൽ പോയിട്ടെ. ഡാടാ എവിടെ പോവാടാ? സാറ് തോട്ടത്തിൽ പോകാൻ പറയും. എടാ പറയണത് മുഴുവൻ കേട്ടിട്ട് പോടാ. ആ സാറേ പറഞ്ഞു. ഓ നീ അവിടെ പോയിട്ട് ആ തോട്ടത്തിൽ പോയിട്ട് ആവശ്യമില്ലാത്ത കളയൊക്കെ പറിച്ചോളാം. ഓ സാറേ, ഈ ആവശ്യമുള്ള കള ഇങ്ങനെ തിരിച്ചു പറയണേ. ഓ നീ പറിക്കണതൊക്കെ ആവശ്യമില്ലാത്തായിരിക്കും, പോടാ പോയി പറക്കി. ശരി സാർ. ഇവനിത് എന്തോ കാണിക്കുന്നു? ഡാ എന്തോ കാണിക്കുന്ന, അതിന് നോവത്തൊന്നുമില്ല. നീ ഉടനെ ഇങ്ങനെ അങ്ങോട്ട് ഉരക്കി ശക്തിയായിട്ട്, അതിന് നോവത്തൊന്നുമില്ല. അങ്ങനെ ഓ യുവമാരെ കൊണ്ടൊക്കെ പണിയെടുപ്പിക്കാൻ കഴിക്കുന്ന ഒരു പെടാപ്പാടേ. അതെ അതെ അതെ. അല്ല നീ എന്തിനാ എന്റെ പുറകെ കിടക്കും? നിനക്ക് പണിയൊന്നുമില്ലേ? അല്ല സാറേ, ഞാനൊരു കാര്യം ചിന്തിക്കായിരുന്നു. ഒരു സാറേ, അതെ, എനിക്കൊരു ഐഡിയ തോന്നുന്നുണ്ട്. എന്തോടാ? നമുക്ക് എല്ലാവരും അപ്രന്റീസ് ആക്കിയാലോ? അതെന്തിനാണെന്ന് ഇപ്പൊ ഇവിടെ പറഞ്ഞേ? അതായത് അപ്രന്റീസ് ആയി കഴിഞ്ഞാൽ നമുക്ക് ആർക്കും പൈസ കൊടുക്കണ്ട, സ്റ്റൈഫൻഡ് സാലറി ആയിട്ട് കൊടുക്കണ്ട, സ്റ്റൈഫൻഡ് ആയിട്ട് ചെറിയൊരു എമൗണ്ട് കൊടുത്താൽ മതി. ആണോ? അതായത് കമ്പനിക്ക് ഒരു മുതൽക്കൂട്ടാണല്ലോ, പ്രോഫിറ്റ് കിട്ടുമല്ലോ. മിടുക്കൻ. നീ ഒരു കാര്യം ചെയ്യ്, നമുക്ക് നാളെ തുടങ്ങി നിന്നെ അടക്കം എല്ലാവരും അപ്രന്റീസ് ആക്കിയിരിക്കുന്നു. സാറേ